ഫുള്ളായിട്ട് ഇൻസ്റ്റാഗ്രാം പുള്ളി നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെട്ടം ഭയങ്കര കുറവായിരിക്കും. നമ്മുടെ റിംഗ് ലൈറ്റ് പോയി. ലോക്കലൊരു സാധനം വാങ്ങിച്ച് വെച്ചാട്ടോ, 500 രൂപയുള്ള, അത് പോയി. അപ്പോൾ 1.5 വർഷം കൊണ്ട് ഉപയോഗിച്ചെന്ന് തോന്നുന്നു, പോയി. അപ്പോൾ വെട്ടം ഇച്ചിരി കുറവായിരിക്കും കാണുന്നത്. അപ്പം ഞാൻ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നലെ രാത്രി ഞാനൊരു പാട്ടിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കണ്ടു, ഒരു ഹിന്ദി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഈ തുടക്കക്കാർക്ക് പഠിക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. ഫുള്ള് ഞാൻ പഠിപ്പിക്കുന്നില്ല, കാരണം ഞാനത് ഇന്ന് രാവിലെ എഴുതിയെടുത്തത്. അപ്പം ഞാനും അത് ചെറുതായിട്ട് നോക്കിയതേ ഉള്ളൂ. പക്ഷേ തുടക്കക്കാർക്ക് അത് പഠിക്കാൻ പറ്റും. അപ്പം 1-2 ലൈൻ അതിൻ്റെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാം. ഒരുപാട് പേര് ഇതിൻ്റെ പാട്ടിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട്, നോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഏതൊക്കെ ചാനലിൻ്റെ നോക്കിയാണോ എഴുതുന്നത് അത് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ആ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുമോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചോ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ അവർ കാണിക്കും, അത് എഴുതിയെടുത്താലും മതി. ഞാനിപ്പം നോട്ട് തരാത്തതിൻ്റെ അല്ല, ചില സമയത്ത് ഈ പറയുന്ന പോലെ ഈ 2 ഫിംഗറിലെ നോട്ടായിരിക്കും, കർണാട്ടിക് സ്റ്റൈലിൽ 2 ഫിംഗേഴ്സ് നോട്ട്. അപ്പം ഞാനിതെടുത്തിട്ട് എൻ്റെ സ്റ്റൈലിലായിരിക്കും എഴുതുന്നത്. അപ്പം ഞാൻ ആ നോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നിങ്ങൾ വായിക്കുമ്പോൾ അത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചിലർ നോട്ടൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാത്തത്. പിന്നെ ഈ പറഞ്ഞ ഹിന്ദി പാട്ടോ ഇതിൽ നിന്നൊക്കെ അല്ലാതെ എനിക്ക് വേറെ ഒന്നും നോട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1-2 പാട്ടിൻ്റെ മാത്രം നോട്ടേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അത് ഞാൻ ഓൾറെഡി വീഡിയോ അതിന് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പം നമ്മുടെ ദേശീയഗാനം കേട്ടോ, ദേശീയഗാനത്തിൻ്റെ നോട്ടാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു 4 വരി. അപ്പം ഈ ഫ്ലൂട്ട് ഇപ്പം ആദ്യം തുടങ്ങുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ സരിഗമയം പഠിച്ച് ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് പഠിക്കാൻ പറ്റും. സരിഗമയൊക്കെ പഠിക്കുന്നതിന് മുമ്പിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. സരിഗമ പഠിച്ചിരിക്കണം. സരിഗമ ഞാൻ പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വെച്ച് ഫിംഗറിൻ്റെ സ്പീഡൊക്കെ നല്ല കൂട്ടിയാൽ മാത്രമേ ഇങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റത്തില്ല. പാട്ട് സിമ്പിളാണ്, കോമൽ നോട്ടൊന്നുമില്ല. പാട്ട് വേറെ സിമ്പിളായിട്ടുള്ള പാട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊരു 4 വരി ഞാൻ പഠിപ്പിക്കാം. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ അറിയാമല്ലോ, ചിലവർക്ക് ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ അറിയത്തില്ല. നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫ്രൂട്ടിനെ പറ്റി എന്തെങ്കിലും സംഭവം എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ മോറെന്ന് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് നോട്ട് കാണാൻ പറ്റും. ചിലർക്ക് ഡിസ്ക്രിപ്ഷനൊന്നും ഓപ്പൺ ആക്കാൻ അറിയത്തില്ല, അങ്ങനെയുള്ള ചിലർക്കൊക്കെ അതിനറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ കമൻറ്റ് ബോക്സിൻ്റെ മേളിൽ ഞാൻ എന്തോന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് എഴുതിയേക്കുമല്ലോ, ഒരു തലക്കെട്ട് കാണുമല്ലോ, ഹെഡ്ലൈൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വരുമ്പോൾ മോറെന്ന് കാണും. അതിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റും. മോറിൽ ഞെക്കുമ്പോൾ സ്ക്രീനിന് മേളിലോട്ട് അത് കയറി വരും. അത് സ്ക്രോൾ ചെയ്യുമ്പോൾ നോട്ട് കാണാം. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് അടിച്ചെടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എങ്ങനെയാണെങ്കിലും മതി. കോപ്പി പേസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. ഇന്നലെ ഞാനത് അറിഞ്ഞത് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. എന്തായാലും ഇന്ന് ഞാൻ കണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നോട്ട് ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്, കാരണം കുറേ ഉണ്ട്. അപ്പം നോട്ട് ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. സരിഗമ എല്ലാവർക്കും അറിയാമല്ലോ. സായിക്ക് ഇംഗ്ലീഷിലെ സാന്നായിരുന്നത് SA എന്നായിരിക്കും ഇടുന്നത്. അല്ല രീക്കും ഗ മാ പാ അതെല്ലാം ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. പറ്റുമെങ്കിൽ ആ പാട്ടും കൂടെ എഴുതി വെക്കുക കേട്ടോ. ഈ ദേശീയഗാനം കൂടെ ആ ലൈൻ അനുസരിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരത്തില്ല. നിങ്ങൾ നോട്ട് മാത്രം എഴുതി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. എനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ചില പാട്ടുകൾ എഴുതി വെക്കുമ്പോൾ ചിലപ്പോൾ ഈ പാട്ടിനെ പറ്റി കൂടുതൽ അറിയത്തില്ല. ഹിന്ദി പാട്ട് നമ്മൾ ട്യൂണേ അറിയത്തുള്ളൂ, വായിക്കാൻ നമുക്കറിയത്തില്ലല്ലോ. എന്ന് വെച്ചാൽ പാടാൻ നമുക്കറിയത്തില്ല. ഫ്ലൂട്ടി വായിക്കാം, പാടാൻ അറിയത്തില്ല. അപ്പം ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് എഴുതാം. അപ്പം ആ ലൈൻ മനസ്സിലാക്കിയിരിക്കുക. ഒരു പാട്ട് നല്ലപോലെ പഠിച്ചതിന് ശേഷം ആ പാട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ലൈൻ വരുമ്പോൾ കൺഫ്യൂഷനായി പോകും. എങ്ങനെ ലൈൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഒരു ട്യൂണാണെങ്കിലും അങ്ങനെ തന്നെ. ആ ട്യൂൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയായിരുന്നാൽ മാത്രമേ നമുക്ക് ട്യൂൺ വായിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പോലെ തോന്നും. ട്യൂൺ എന്തോന്ന് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ, ഞാൻ പാടി ഏതൊരു പാട്ട്. പക്ഷെ ആ പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ നോട്ടും ഫിംഗറും ഞാൻ ഊതുന്ന സൗണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്. ചിലപ്പം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കൊണ്ടുപോയാന്നല്ലോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമായിട്ടും അങ്ങനെ സംഭവിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഊതുന്നത് സ്ലോ ആയിട്ടോ അല്ലെങ്കിൽ സ്പീഡായിട്ടോ പാട്ട് വേറെ രീതിയിലും, എന്ന് വെച്ചാൽ എൻ്റെ ലെയർ മാറിയായിരിക്കും കിടക്കുന്നത്. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്.
ഇപ്പോൾ ചില പാട്ടുകളൊക്കെ ഞാൻ എടുത്തിട്ട് അതിനകത്ത് അതിൻ്റെ എഫക്റ്റ് കൂട്ടാനായിട്ട് ചില ആപ്ലിക്കേഷനകത്ത് ഞാൻ കയറ്റാറുണ്ട്. എന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കൊണ്ടിടുകയും ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് ആ ലെയർ മാറും. പാട്ടിൻ്റെ ഞാൻ വീഡിയോയുടെ ലെയറും ഓഡിയോയുടെ ലെയറും തമ്മിൽ വ്യത്യാസം സംഭവിക്കാം. അങ്ങനെ വന്നതായിരിക്കാം. പക്ഷേ ആ പാട്ട് അങ്ങനെ ഒരു പാട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയും ഇല്ല. വേറെ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ എനിക്ക് ഭയങ്കര പാടുള്ളൊരു സംഭവമായിരുന്നു. മായും പായും ഭയങ്കര പാടായിരുന്നു. തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഈ നീയും ദായും പായും ഇതും കൂടെ നിങ്ങൾ സായുടെ കൂടെ തന്നെ പഠിക്കുക. സരിഗമ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതാണല്ലോ നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ പിടിക്കണ്ട. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിംഗർ ആദ്യം കൊണ്ടുവെക്കുക. ഫിംഗർ തന്നെ ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം തള്ളവല കൊണ്ടുവച്ചാൽ മതി. തള്ളവല തൽക്കാലം വേറെ എങ്ങോട്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ഫിംഗർ പറഞ്ഞല്ലോ കൊണ്ടുവെക്കേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കൊണ്ടുവെക്കുക. ഓക്കെ, കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി കയറ്റി കേട്ടോ പിടിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇറക്കിയല്ല പിടിക്കുന്നത്. ഫിംഗർ ഇച്ചിരി കയറ്റി വെക്കണം. എന്നിട്ട് തള്ളവല കൊണ്ടുവച്ചിട്ട് പൊക്കുക. ഇതുപോലെ പൊക്കി വെച്ചിട്ട് ഇതാണെങ്കിൽ ഹൈയിൽ വെക്കാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. സാനി, സാദ, സാപ്പ ഇങ്ങനെയും പ്രാക്ടീസ് ചെയ്യാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ സരിഗ വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ മായാണ് എത്താത്തത്. അപ്പം ഈ മാ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സ്വരങ്ങളും വായിച്ച് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഈ മായും ഇച്ചിരി പാടുള്ള ഒരു സംഭവം തന്നെയാണ്. പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പ്രാക്ടീസിൽ കൂടെ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ 10-15 മിനിറ്റ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. ഏകദേശം ഒരു ഐഡിയ ഒക്കെ മനസ്സിലാക്കിയവർക്ക് പെട്ടെന്ന് കിട്ടും. കൈയുടെ ഇതനുസരിച്ചുള്ള ഫ്ലൂട്ട് മേടിക്കണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്ന് വെച്ചാൽ ഫ്ലൂട്ടിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫ്ലൂട്ട് ഉണ്ടല്ലോ, രാധേ PVC ഫ്ലൂട്ട്, ഇതേ സൈറ്റിൽ തന്നെ ഇതിൻ്റെ ഇതും കിട്ടും. ഓടക്കൊണ്ട് വെച്ചുള്ളതും കിട്ടും. ഇത് പ്ലാസ്റ്റിക്കാണ്. ഓടക്കൊണ്ട് വെച്ചുള്ളതും കിട്ടും. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. PVCക്കാണ് 300-400 രൂപയ്ക്കകത്തുള്ളത്. മറ്റേത് ഏതാണ്ട് 1000 രൂപ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിക്കാം. അതൊരു കൈ ചെറുതായിട്ടുള്ളൊരു ചെറിയ ഫ്ലൂട്ട് മേടിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ ഒരു ഫ്ലൂട്ട് കിട്ടാതെ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ കൈ ചെറുതാണെന്നോ വലുതാണെന്നോ എന്ന്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഡിയുടെയോ ഇയുടെയോ ഫ്ലൂട്ട് മേടിക്കുക. സി ഇപ്പോഴേ മേടിക്കേണ്ട. സി ഇത്രയും വലുതാണ്. സി ഒത്തിരി അങ്ങ് ചെറുതല്ല. സി അത്യാവശ്യം വലിയ ഫ്ലൂട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഡിയോ അല്ലെങ്കിൽ ഇയുടെ ഫ്ലൂട്ടോ മേടിച്ചാൽ മതി. ഷാർപ്പൊന്നും ഇപ്പോഴേ മേടിക്കേണ്ട ആവശ്യമില്ല. ഷാർപ്പിൻ്റെ ഫ്ലൂട്ടും ഉണ്ട് കേട്ടോ. സി ഷാർപ്പും ഇങ്ങനെ ഷാർപ്പിൻ്റെ ഫ്ലൂട്ടുകൾ വരാറുണ്ട്. അതിപ്പോഴേ മേടിക്കണമെന്നില്ല. നിങ്ങൾ തൽക്കാലം ഇയോ ഡിയോ അല്ലെങ്കിൽ സിയോ മേടിക്കുമോ. ഞാനെന്തായാലും തുടക്കത്തിൽ തന്നെ സി ആട്ടോ വാങ്ങിച്ചത്. ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്പീഡിൽ വായിക്കാൻ പാടില്ല. ഓക്കെ, സ്പീഡിൽ വായിക്കാനോ ഇടയ്ക്കത്തെ വരികളോ നിങ്ങൾ വായിക്കാൻ പാടില്ല. ഫസ്റ്റ് ലൈൻ മുതൽ തന്നെ പഠിക്കുക. ചിലവർ എളുപ്പമൊന്നും പറഞ്ഞുകൊണ്ട് ഇടയ്ക്കത്ത് ഒറ്റ ലൈൻ മാത്രം പഠിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കത്തൊരു വരി മാത്രം പഠിക്കും. ഞാനും ചിലതൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു ഫുൾ പാട്ട് പഠിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ പഠിക്കുക. ഇടയ്ക്ക് വെച്ച് ഉള്ള പരിപാടിയൊന്നും അത് ശരിയല്ല. നമ്മൾ ഫുള്ളായിട്ട് തന്നെ അങ്ങ് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ദേശീയഗാനത്തിൻ്റെ കേട്ടോ തുടക്കക്കാർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് ഞാൻ എൻ്റെ നോട്ട് തന്നെ എഴുതിയെടുത്തത്. അപ്പം ഞാനും രാവിലെ 1-2 പ്രാവശ്യം വായിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പം അധികം സമയം പോലും ആയിട്ടില്ല നമ്മളത് എഴുതിയെടുത്തിട്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഞാൻ ഈ നോട്ട് ഇട്ടേക്കാം. അപ്പോൾ ഇത് തുടങ്ങുന്നത് ദേശീയഗാനം എല്ലാവർക്കും അറിയാമല്ലോ. ജനഗണമന അധിനായക ജയ ഹേ. അപ്പോൾ ഇതിന് വരുന്നത് സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി ഗ മ. അപ്പം ലാസ്റ്റ് വരുന്നിടത്ത് ഗായയുടെ അവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഗ ഒന്ന് കുത്തി വായിച്ചിട്ട് ഗ ഗ എന്ന് വായിക്കണം. സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ആ ഗ ഗ ഗ ഗ രി ഗ മ. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒത്തിരി വട്ടം റിപ്പീറ്റ് വരുന്നുണ്ട്. ബാ വെച്ച് തന്നെ ആ ഒരു സൗണ്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ,
ചെറിയ മാ കേട്ടോ. വലിയ മാ വരുന്ന സ്ഥലമുണ്ട്, ചെറിയ മാ വരുന്ന സ്ഥലമുണ്ട്. പതുക്കെ ഇപ്പം നിങ്ങൾ ഈ ലൈൻ വായിക്കുമ്പോൾ വലിയ മാ വായിച്ചു കഴിഞ്ഞാൽ എന്തോ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ലൈൻ പോയി. അപ്പോൾ അത് ചെറിയ മാ തന്നെ വായിക്കണം. അപ്പോൾ ചെറിയ മാ പതുക്കെ കൈ അങ്ങ് നോക്കിയാൽ മതി. പതുക്കെ കൈ, അത് സ്പീഡിൽ ഞാൻ പൊക്കേണ്ട ആവശ്യമില്ല. പതുക്കെ അങ്ങ് നോക്കിയാൽ മതി. അപ്പം സ്ലോയി വളരെ വേഗത കുറച്ച് പഠിക്കുക. ഈ ഇത്രയും ഈ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ സ്പീഡിൽ ഊതിയാൽ മാത്രമല്ല അത് അങ്ങനെ കേൾക്കുന്നത്. ഒരു പാട്ട് നമുക്ക് സ്ലോയിലും പാടാൻ പറ്റും, സ്പീഡിലും പാടാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ ഇച്ചിരി സ്ലോയിൽ പാടാം. ഇത്ര സ്ലോയിൽ പഠിച്ചാൽ മതി. അപ്പോഴേ നിങ്ങൾ അത് ആ ഒരു ട്യൂൺ നിങ്ങൾ മനസ്സിൽ നിൽക്കത്തുള്ളൂ. ഭാരത ഭാഗ്യവിധാത. അപ്പോൾ ഇത് ഈ നോട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ, ആ ഗ ഇതുണ്ട്, ഗ ഗ ഗ ഗ ഗ ഗ, അല്ലാതെ ഗ ഗ ഗ അല്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ 3 ഗായ വരുന്നെങ്കിലും ഫസ്റ്റ് ഗായ്ക്ക് നീട്ടമുണ്ട്, പിന്നത്തെ 2 അടുപ്പിച്ച് വരും. ഫസ്റ്റ് ഗ നീളത്തിൽ വരും, ഗ ഗ ഗ ഗ ഗ ഗ. അപ്പം 3 ഗ കാണുമ്പോൾ ഡൗട്ട് തോന്നരുത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും എൻ്റെ ഇത് കൊടുക്കുമ്പോൾ ഗായുടെ അവിടെ ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു വര ഇട്ടേക്കാം. അപ്പോൾ മനസ്സിലാക്കണം ഗായ്ക്ക് ഇച്ചിരി നീട്ടമുണ്ട്. എവിടെ അത് വരുന്നത് അതിന് ഇച്ചിരി നീട്ടമുണ്ട്. ഇത് ഉണ്ട് ഇതേ ഗ ഗ ഗ രീ രി സ നീ രി സ. ഗ ഗ ഗ രീ രി സ നീ രി സ. അടുത്തത് ഇച്ചിരിയുടെ ടഫെന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യം പഠിക്കുന്നവർക്ക് ഇച്ചിരി സായിൽ നിന്നാണ് പോകുന്നത്. സാ പാ പ പാ പ പ പ പാ പ പ മ ദ പ. ഇച്ചിരി ഇതാട്ടോ, കുറച്ച് ടഫായിട്ട് തോന്നും. സാ പാ പ പാ പ പ പ പാ പ പ. അവിടെ ഞാൻ ദീർഘിട്ടിട്ടുണ്ട്, പാ പ പ എന്നുണ്ട്. ബാക്കി എല്ലായിടത്തും സാ പാ പ. ആദ്യം സായ്ക്ക് ഒരു ടച്ച് കൊടുത്തിട്ട് സാ പാ പ പാ പ പ പ പാ പ പ മധ പ മധ പ. ആ മാ വലിയ മാ വായിക്കണം, ഫുള്ള് തുറന്നിട്ട് വായിക്കണം. ഒന്നെങ്കിൽ ഈ പാ പിടിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് പാ പിടിക്കുക. അവിടെ 3 പാ വരുന്നുണ്ട്. പാ പ പ പാ പ പയാ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വാ വെച്ച് തന്നെ ഈ പായും എല്ലാ സൗണ്ടുകളും വാ വെച്ച് ഇങ്ങനെ കുത്തി വായിക്കണം. എന്ന് വെച്ചാൽ സരിഗമ നിങ്ങൾ പഠിക്കുമ്പോൾ സാ മുതൽ എന്ന് വെച്ചാൽ ആരോഹണവും അവരോഹണവും ഇതേപോലെ വാ വെച്ച് കുത്തി 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 ഓരോ സൗണ്ടുകളും ടുക്കു ടു 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 എന്ന് ഒരു സൗണ്ട് തന്നെ 2-4 പ്രാവശ്യം ഇങ്ങനെ വായിച്ചാലേ നമുക്കിതൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. മധപ. ഇതിനാണ് നമ്മൾ ആദ്യമേ ഇതൊക്കെ പറഞ്ഞു തന്നത്. മാറ്റു ദ മാപ്പ ഇതൊക്കെ പഠിപ്പിക്കുന്നതിനാണ്. വലിയമായ കേട്ടോ, ഫുൾ ഓപ്പൺ ആക്കിയിട്ട് മധപ മാമ മാമഗരിഗമ. ചെറിയമ്മ മാമഗരിഗമ. കാണാതെ എനിക്ക് നോട്ട് അറിയത്തില്ല കേട്ടോ. മാമഗ രീമഗ. നമുക്ക് ഇത്രയും ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാടി നോക്കുക. നോട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇതിലും കൊടുത്തേക്കാം. ആദ്യത്തെ ആ 4 ലൈൻ. അപ്പോൾ ആ പാട്ട് എഴുതി വെച്ചിട്ട് നോക്കുക.
ഈ പാട്ടും നോട്ട് മാത്രം എഴുതി വെച്ചിട്ട് അവസാനം അയ്യോ പാട്ടിൻ്റെ ലൈൻ എങ്ങനെ പോകുന്നുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് പറഞ്ഞത് ആ പാട്ടും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കുക. മലയാളത്തിലോ ഞാൻ ഇംഗ്ലീഷിലായിരിക്കും കൊടുക്കുന്നത്. നിങ്ങൾ അത് മലയാളത്തിൽ അതിൻ്റെ നോട്ട് മലയാളത്തിൽ എഴുതി വെക്കുക, ആ പാട്ട് മലയാളത്തിൽ എഴുതി വെക്കുക, നോട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിൽ എഴുതിയാലും മതി. അപ്പോൾ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. താഴോട്ടുണ്ട് ആണെങ്കിൽ ഞാൻ വായിച്ച് എനിക്കും ഈ ഞാൻ പറഞ്ഞല്ലോ കാണാമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് എഴുതി വെച്ച സാധനമാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ എഴുതിയെടുത്തതാണ്. അപ്പം നോട്ട് എഴുതിയെടുത്ത് വായിച്ചു, കാണാപ്പാടമൊന്നും പഠിച്ചില്ല. പക്ഷേ ഞാൻ എൻ്റെ കൂടെ പാട്ട് എഴുതി വെച്ചിട്ടില്ല കേട്ടോ, പാട്ട് ഞാൻ എൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ആ പാട്ടിൻ്റെ ട്യൂൺ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് വായിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് കിട്ടിയ ഉടനെ പാട്ട് വായിക്കാം, അല്ലാതെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില പാട്ടുകൾ ഇത് എളുപ്പം പഠിക്കാൻ പറ്റുന്ന പാട്ടായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഓക്കെ, അപ്പം തുടക്കക്കാരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പഠിപ്പിച്ച ഈ 4 വരി സമയമെടുത്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഫുള്ള് പഠിക്കാനാണെങ്കിൽ ആ നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം, സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് അയച്ചാൽ മതി, അതിൻ്റെ ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. നോട്ട് കൃത്യമായിട്ട് കൊടുത്തേക്കാം, ഒരു തെറ്റ് പോലും വരാതെ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ ചെറിയ സംശയങ്ങൾ വരും, ചിലതൊക്കെ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ലൈൻ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം വരും, ഭാരത് ഭാഗ്യവിധാത, ആ ഒരു നോട്ട് ഭാരത് ഭാഗ്യവിധാത ഗരീരി, അത് ഗരീരി സ ഇങ്ങനെയാണ് നോട്ട് വരുന്നതെങ്കിലും രീരീസ എന്നുള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. അവിടെ കൈ സായിലെത്തിയിട്ടേ നീ പിടിക്കാവൂ. നിങ്ങൾ ഈ 2 എന്ന് വായിക്കുമ്പോൾ രണ്ടാമത്തെ രീക്ക് മുമ്പ് കൊണ്ട് നിങ്ങൾ സാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിരീസ പാടിക്കഴിഞ്ഞാൽ തെറ്റായിട്ട് കേൾക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. രീരീസ അത് കറക്റ്റായിട്ട് വായിക്കണം. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി പിന്നെ ഹൈ പിച്ച് നോട്ടാണ്. ഈ ഇത്രയും പാ വരുന്നതുകൊണ്ട് നിങ്ങൾ ഇതാവൊന്നും വേണ്ട. സാ പാ പ പാ പ പ പ പാ പ പ മദ പ, അതാണ് അതിൻ്റെ ലൈനുള്ള നോട്ട് അതാണ്. അപ്പോൾ അത്രയും പാ അതിനകത്ത് വരും. നമ്മൾ വാ വെച്ച് വായിക്കണം. ആദ്യം നിങ്ങൾ വായിക്കുമ്പോൾ അത് ആ 2 എന്നുള്ള സൗണ്ട് വരത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് ഈ 6 ഹോള് അല്ലെങ്കിൽ 5 ഹോളും കൃത്യമായിട്ട് അടഞ്ഞിരുന്നാൽ മാത്രമേ ആ പാ എന്നുള്ള സൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് കേൾക്കത്തുള്ളൂ. പാ ഹൈപ്പിച്ച കേട്ടോ, ലോ പിച്ച് വായിക്കരുത്. പാ ഹൈപ്പിച്ച അത് ഞാൻ വിട്ടുപോയതാ. സാ മാത്രമേ ഉള്ളൂ ലോ പിച്ച് വരുന്നത്. സാ മാത്രമേ ഉള്ളൂ ലോ പിച്ച്. ആ ലാസ്റ്റ് ലൈൻ അവിടെ വരുന്നത് ഹൈ പിച്ചാണ്. സാ പാ പ പാ പ പ പ പാ പ പ പാ പ പ, അത് ഓർത്തോണം. ആ പായ്ക്ക് ഇച്ചിരി നീട്ടമുണ്ട്. പാ പ പ മധ പ, അപ്പോൾ അത് ഹൈ പിച്ചാണ് എല്ലാം വരുന്നത്. സാ ഒഴിച്ച്, ആദ്യത്തെ സാ ഒഴിച്ച് ബാക്കി മൊത്തം ഹൈ പിച്ച് വരുന്നത്.
മാ അതിന് തൊട്ട് താഴത്തെ ലൈൻ ലോ പിച്ചാണ് വരുന്നത്. ഇപ്പോൾ മാ എന്നാ വായിക്കുന്നെങ്കിലും ഞാൻ ഗായിൽ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. മാ 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 ഗ രി മാ ഗ. ഈ മാ മാത്രമല്ല വായിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ വായിക്കുമ്പോൾ വരുന്നത്. ഞാൻ വായിക്കുമ്പോൾ ചെറുതായിട്ട് ആ മാ വായിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ടച്ച് ഗായിലോട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മായ്ക്ക് കുറച്ചും കൂടി ഇത് കിട്ടും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ സൗണ്ട് എടുക്കുന്നതിനും അതിൻ്റെ അടുത്തടുത്ത സൗണ്ടുകളിലാണ് നമ്മൾ തട്ടി നോക്കുന്നത്. ഇപ്പോൾ സാ വായിക്കണമെങ്കിൽ നമ്മൾ നീയിലാണ് ടച്ച് ചെയ്യുന്നത്. പായ്ക്കേ ഉള്ളൂ ഈ ടച്ച് വരാത്തത്. ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് വായിക്കാൻ പറ്റുന്ന സൗണ്ടുകളാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ധൃതി പിടിക്കരുത്. നിങ്ങൾ ധൃതി പിടിച്ച് വായിച്ച് നോക്കരുത്. അപ്പോൾ ഇതൊക്കെ ഇരുന്നേ പഠിക്കുള്ളൂ. എല്ലാവരും ഈ കൂടുതലും പെട്ടെന്ന് പഠിക്കണം, ഒരു നോട്ട് കിട്ടിയ ഉടനെ പഠിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഞാൻ ഇത് കണ്ടു, ഇന്ന് രാവിലെ ഞാൻ നോട്ട് എഴുതി വെച്ചു, ഇപ്പം ഞാനത് വായിക്കും. എനിക്ക് ഇത്ര സമയം എടുത്തുള്ളൂ. കാരണം ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ടാണ് ഈ ഒരു ഇത് പറ്റുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് സൂപ്പറായിട്ട് വായിക്കാം. ചിലപ്പോൾ എന്നെക്കാളും അടിപൊളിയായിട്ട് പറ്റും. കാരണം ഞാൻ പഠിപ്പിച്ച് ആ പയ്യനൊക്കെ ചില പാട്ടുകൾ വായിക്കുമ്പോൾ അവർ എക്സ്ട്രാ ഇടുന്ന നോട്ടൊന്നും ഞാൻ വായിക്കുമ്പോൾ അതിനകത്ത് കാണത്തില്ല. കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ നോട്ടുകളും കൂടെ വായിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പ്രാക്ടീസ്, അതും നമ്മൾ പഠിച്ച് വരുമ്പോൾ അതും കൂടെ വരും. അതിന് കൂടെ ആരും പഠിപ്പിക്കണമെന്നൊന്നുമില്ല. എക്സ്ട്രാ നോട്ട് ഇടുമ്പം പാട്ടിന് കുറച്ചും കൂടെ ആ ഒരു ഒഴുക്കും ഭംഗിയും കിട്ടും. ഈ നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ പഠിപ്പിക്കുന്ന മറ്റേ ജയകൃഷ്ണൻ സാറൊക്കെ ഉണ്ട്. ഞാൻ അറിയാമല്ലോ, ജയകൃഷ്ണൻ സാറിനെ അറിയാമല്ലോ. ചാനലിൻ്റെ പേരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, ജയകൃഷ്ണൻ എന്നാന്ന് തന്നെയാണെന്ന് തോന്നുന്നു. 3 ഫിംഗർ പഠിപ്പിക്കുന്നുണ്ട്, 2 ഫിംഗറും പഠിപ്പിക്കുന്നുണ്ട്, 5 ഫിംഗർ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഞാനൊരു 4 ഫിംഗറിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പാട്ട് ഞാൻ ഇതുപോലെ കേട്ടത്. 4 ഫിംഗറാണെന്ന് തോന്നുന്നു ഒരു പാട്ട് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഫ്ലൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചൊരു പാട്ട് ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിച്ചിട്ടില്ലെന്നല്ല, ഞാനത് ഷോർട്സിനകത്ത് ആ പാട്ട് വായിക്കുന്ന വീഡിയോ ആയിട്ടിട്ടുണ്ട്. പക്ഷെ അത് കറക്റ്റല്ല, അതെനിക്കറിയാം. ഞാൻ വായിക്കുന്നത് കറക്റ്റല്ല. കാരണം ഞാൻ പോലും അത് പെർഫെക്റ്റ് ആക്കിയിട്ടില്ല, ആക്കാൻ സത്യം പറഞ്ഞാൽ ശ്രമിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ അതങ്ങ് വിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളത് പഠിക്കും. എപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് കൂടുതലും ഈ നമ്മളെ ഏതാ മനസ്സിലാക്കാണ്ടല്ലോ, നമ്മുടെ ദേവരാഗം എന്നില്ല പടത്തിൻ്റെ ദേവരാഗ സിനിമയിലെ ആ പാട്ടുണ്ടല്ലോ, നമ്മുടെ രാജേഷ് ചേർത്തലൊക്കെ നല്ല സൂപ്പറായിട്ട് അത് വായിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു പാട്ട് പഠിക്കാൻ. ഏത് മനസ്സിലായല്ലോ, ആ ട്യൂൺ അറിയാമല്ലോ, ശിശിരകാല ആ പാട്ട് തുടക്കത്തിലൊരു സംഭവമുണ്ട്. അത് പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്ത് ഈ രാജേഷ് ചേർത്തല ചേട്ടൻ്റെ നമ്മൾ മെൻഷൻ ചെയ്യുമായിരുന്നു ഈ ഫ്ലൂട്ടൊക്കെ വായിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുമായിരുന്നു. ഇതേപോലെ മെൻഷൻ ചെയ്യുമായിരുന്നു പുള്ളിയെ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പടം വരച്ച് പേന വെച്ചിട്ടുള്ള ഒരു ഫ്ലൂട്ട് ഊതുന്ന ഇങ്ങനെ നിൽക്കുന്ന ഒരു പടത്തിൻ്റെ വരച്ചിട്ട് ഞാൻ പടം ഞാൻ അതിനകത്തിട്ട് പുള്ളിയെ മെൻഷൻ ചെയ്തു. അങ്ങനെ പുള്ളി തിരിച്ച് വന്നിട്ട് കമൻറ്റ് ഇട്ടു അടിപൊളിയായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പുള്ളി നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതെന്നെ വലിയ ഭാഗ്യം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിലോട്ട് പറഞ്ഞ കാര്യം വിട്ടുപോയി. അങ്ങനെ ഈ പാട്ട് അപ്പോൾ നമ്മൾ ജയകൃഷ്ണൻ സാർ ഈ പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ദേവരാഗം പടത്തിനകത്ത്. അത് പഠിപ്പിക്കുന്ന അറിഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷമായി. ഞാൻ എന്തായാലും അതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്സിനകത്ത് കുറച്ച് ഭാഗം. ഫുള്ളില്ല, കുറച്ച് ഭാഗം ഞാനൊന്ന് ഊതി വെച്ച് നമ്മുടെ പി വി സി വെച്ച് ഇതിൻ്റെ മറ്റേ ചെറുതിനകത്ത് പഠിക്കാം. സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയം കിടക്കുമല്ലേ, ഇതിന്ന് കുത്തിയിരുന്ന് പഠിക്കും. നല്ലൊരു ഫ്ലൂട്ട് മേടിച്ചിട്ട് നമുക്ക് അതും കൂടെ പഠിക്കണം. ഈ ഫ്ലൂട്ട് മേടിക്കുന്ന കാര്യം നമ്മൾ ഒരു ഫ്ലൂട്ട് മേടിക്കാനായിട്ട് ഇതിപ്പോൾ സി ആണ്. ഇപ്പം ഞാൻ ഈ മേടിച്ചാലും
സിയുടെ ഒരു ഫ്ലൂട്ടേ മേടിക്കത്തുള്ളൂ. സിയുടെ നല്ല വില കൂടിയൊരു ഫ്ലൂട്ടേ മേടിക്കത്തുള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ ഫ്ലൂട്ട് സെറ്റ് മൊത്തത്തിൽ വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ലോക്കൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിത് സെർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും ഇതിൻ്റെ മെസ്സേജുകൾ സൈറ്റിൽ നിന്ന് നമുക്ക് വരുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഒരു സെറ്റ് ഫ്ലൂട്ട് അതുകൊണ്ട് 1800 രൂപ, 10-12 ഫ്ലൂട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. 1800 രൂപയ്ക്കുള്ള വെറും ലോക്കൽ എന്ന് വെച്ചാൽ വെറും ലോക്കൽ ഒരു എന്തോ കാണത്തില്ല. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് 150 രൂപയുടെ ഫ്ലൂട്ട് മേടിച്ചിട്ട് അത് വളഞ്ഞിരിക്കുക. അതിൻ്റെ ആ ഒരു ഇതേ തെറ്റാണ്. ഹോൾ ടേക്കുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഹോൾട്ട് വെച്ചേക്കുക. അപ്പോൾ ഈ ഫോട്ടോയ്ക്കകത്ത് കാണിക്കുന്ന പോലൊന്നും അല്ല ഈ സാധനം നമ്മുടെ കൈ കിട്ടുമ്പോൾ. എന്തിനാണ് ഞാൻ മേടിച്ച ഫ്ലൂട്ടിനകത്ത്, സാധാരണ ചില ഫ്ലൂട്ടിനകത്ത് നോർമലി നമ്മുടെ ഓടക്കൂടിനകത്തൊരു മുട്ടുണ്ട്, എന്ന് വെച്ചാൽ അടഞ്ഞിരിക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ വെച്ചിട്ട് ഫ്ലൂട്ട് ചെയ്യുന്നവരുണ്ട്, കറക്റ്റാണ് നീളം നോക്കി ചെയ്യുന്നവരുണ്ട്. ഇവർ വരുന്നത് ആസാം ബാമ്പു എന്നാണ് തന്നെ പറയുന്നത് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് കാരണം ഇത് ഭയങ്കര നീളമായിരിക്കും. അപ്പോൾ ഇവരിനകത്തൊരു കോർക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിലാണ് സാധനം വന്നത്. ഈ കോർക്ക് തിരിഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അപ്രാവശ്യം കാണാം. അതേപോലെ ഇരിക്കും എൻ്റെ കോർക്ക് തിരിഞ്ഞിരിക്കുക. ഞാൻ പിന്നെ ഇത് കമ്പിയിട്ട് കുത്തി വെളിയിൽ ഇറക്കി പിന്നെ ലെവൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇടിച്ച് കയറ്റി. അപ്പോഴും എനിക്കിതിൻ്റെ അളവ് അറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഊതുന്നതിൻ്റെ അവിടെ നിന്ന് എത്ര മാറിയാൽ ഈ കോർക്ക് ഇരിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അത് യൂട്യൂബിൽ നോക്കിയപ്പോൾ പലരും പല അളവൊക്കെയാണ് പറയുന്നത്. പിന്നെ ഏകദേശം നല്ലൊരു സൗണ്ട് കേൾക്കുന്ന സ്ഥലത്ത് നോക്കി ഞാനത് വെച്ചു. എന്തായാലും പശയൊന്നും വെച്ച് ഒട്ടിച്ചില്ല, കൊണ്ട് വെച്ചു. കാരണം നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ അളവ് അല്ല ഇവിടെ അല്ല കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാന്ന് വിചാരിച്ചാൽ പിന്നെ അത് അതിനകത്ത് നൂരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടിച്ചില്ല, കറക്റ്റ് ആ ഒരു പൊസിഷനിൽ കൊണ്ട് വെച്ചു. ഇനി ഈ കോർക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് റബ്ബറിന് എന്തെങ്കിലും പീസുകളോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് കയറ്റി വെച്ചാലും മതി. ചിലർ തെർമോക്കോളൊക്കെ കട്ട് ചെയ്ത് കയറ്റി വെക്കുന്ന കണ്ടിട്ടുണ്ട്. അതെന്തോരം മതി, അത് ടൈറ്റായിട്ടിരിക്കണം, അങ്ങനെ കയറ്റി വെച്ചാൽ മതി. പിന്നെ ത്രെഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് ഫ്ലൂട്ട് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ ത്രെഡല്ല. ഇത് കിട്ടിയപ്പോൾ ഇതിനകത്തൊരു മാതിരി റെഡ് കളർ ത്രെഡായിരുന്നു. ഈ സാധനം ഒന്നുമല്ല, പെട്ടെന്ന് കഴിഞ്ഞു പോയി ഇതിനകത്തുനിന്ന്. അങ്ങനെ ഞാൻ മേടിച്ച ത്രെഡാണ് ഇത്, ലോക്കലിൽ നിന്ന് മേടിച്ച ത്രെഡാണ് കേട്ടോ. അവിടെ ഇതും ഇവിടുന്ന് കുറച്ച് അഴിഞ്ഞു പോയി. അപ്പോൾ ഇത് ഞാൻ തന്നെ കെട്ടിയത്. അത് കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, എങ്ങനെ കെട്ടണം എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പഠിക്കാൻ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഇതിനുള്ളൊരു ക്രൈസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കട്ടെ. ഈ നമ്മൾ വായിക്കുന്ന ഒരു രീതിയിലൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റും. വീട്ടിലൊക്കെ മാത്രം ഇരുന്ന് ബുദ്ധിമുട്ടുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ നേരത്തെ പറഞ്ഞിട്ട് വേറെ ഒന്നിനും അല്ലല്ലോ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.